ഇത് വ്യവകലനമാണ്. വ്യവകലനമാണ്. ഇത് കിഴിക്കാനുള്ള ഈ ഇവിടെ 3 നക്ഷത്രങ്ങൾ മുകളിൽ കാണുന്നുണ്ട്. ഇവിടെ കിഴിക്കലിൻ്റെ ചിഹ്നമുണ്ട്. തൊപ്പിയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം എന്താണ്, ഈ 3-ൽ നിന്ന് 1 കിഴിച്ചാൽ എത്ര എന്നാണ് കുട്ടി കണ്ടുപിടിക്കേണ്ടത്. 3 എണ്ണത്തിൽ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണം ഉണ്ടാകും. അപ്പോൾ ഇവിടെ എണ്ണമൊന്നും വേണ്ട. കുട്ടിക്ക് സാധന സംയുക്തമാണ്, അക്കങ്ങളില്ല. ആ എണ്ണം മാത്രം കാണിച്ചു കൊടുത്താൽ മതി. വീണ്ടും അതേപോലെ ഇത് കൂട്ടലിൻ്റെ പ്രവർത്തനമാണ്. 1 ഇവിടെയുണ്ട്, 1 ഇവിടെയുണ്ട്. ഇവിടെ കൂട്ടണമെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഒരു നക്ഷത്രം തൊപ്പിക്കുള്ളിലേക്ക് പോയി, ഇവിടുന്ന് ഒരു നക്ഷത്രം. അപ്പോൾ 1 എത്ര, അപ്പോൾ 2. ആ തൊപ്പിക്കുള്ളിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം എത്ര എന്നാണ് കുട്ടി കണ്ടുപിടിക്കുന്നത്. അതുപോലെ മറ്റൊരു വളരെ വേഗതയും സൂക്ഷ്മതയൊക്കെ വേണ്ടുന്ന ഒരു പ്രവർത്തനമാണ്. ഇവിടെ ഈ ഹെലികോപ്റ്റർ കമ്പ്യൂട്ടറിലെ കീബോർഡിലെ എറോ കീകൾ ഉപയോഗിച്ചിട്ടാണ് കളിക്കേണ്ടത്. അപ്പോൾ ആ ഇത് നിയന്ത്രിച്ച് ആദ്യം 1 അടിക്കണം. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ അടുത്ത എണ്ണൽ സംഖ്യ എത്രയാണോ, 2 ആണെങ്കിൽ അത് 2 പിന്നെ കുട്ടി അടിക്കേണ്ടത്. അപ്പോൾ ഈ ഹെലികോപ്റ്ററിനെ താഴോട്ടും മുകളിലോട്ടും കൊണ്ടുപോയി വളരെ വേഗം എണ്ണൽ സംഖ്യയാണ് പഠിക്കുന്നത്. പക്ഷേ ഇത് വളരെ രസകരമായി കുട്ടി ഗെയിം കളിച്ചുകൊണ്ട് എണ്ണൽ സംഖ്യ പഠിക്കുകയാണ്. അപ്പോൾ ഇത് 2 ലെവലാണ് ഇതിന് ഉള്ളത്. മറ്റൊന്ന് ടക്സും മീനുമാണ്. ഇതിൽ ഒന്നാമത്തെ ഐസ് കട്ടയിൽ ടക്സ് ഇരിക്കുന്നുണ്ട്. 3-ാമത്തെ ഐസ് കട്ടയിൽ ടക്സിന് കൊണ്ടുവന്ന മീനുണ്ട്. അപ്പോൾ എത്ര കട്ട തുള്ളിയാൽ ഈ 3-ാമത്തെ കട്ടയിലെത്തും. അപ്പോൾ ഇവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നിട്ടത് സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ ആണോ നോക്കുക. അപ്പോൾ 1, 2 ആണ് 3. വീണ്ടും ഇത് തന്നെയാണ് 1, 2, 3. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പോയി ഇത് 7 ലെവലുണ്ട്. വ്യത്യാസം കാണാനും അല്ലെങ്കിൽ എത്ര കൂടി ചേർന്നാൽ, ഒരു സംഖ്യയോട് എത്ര കൂടി ചേർന്നാൽ ആ സംഖ്യ ആവും. അപ്പോൾ വ്യത്യാസത്തിൻ്റെ ആദ്യ പടി, വ്യത്യാസം കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ വ്യവകലന ക്രിയയുടെ ആദ്യപടി, അല്ലെങ്കിൽ 1നോട് എത്ര ചേർത്താൽ അടുത്ത സംഖ്യ ആവുമെന്ന് കുട്ടി ആലോചിച്ച് കണ്ടുപിടിക്കുന്നത്. വളരെ പിന്നാക്കമൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക്, 4-ലായാലും ഗണിതക്രിയയിലൊക്കെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. അടുത്തതും ഇതൊരു ഊഹമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1-നും 10-നും ഇടയ്ക്കുള്ള സംഖ്യ. ടക്സ് ഒരു സംഖ്യ ഊഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ടക്സിൽ നിന്ന് ചോർത്തിയെടുക്കലാണ്. അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കും. ഇവിടെ ഒരു സംഖ്യ, ഇവിടെ ഒരു കർസർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്താണ്. അവിടെ നമ്മൾ 6 കൊടുക്കുന്നു. 6 കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പറയും അത് വളരെ താഴെയാണ്. അപ്പോൾ 6-നേക്കാൾ ഉയർന്ന സംഖ്യ 8 ആണോ എന്ന് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ 8 കൊടുത്ത് നോക്കാം. അപ്പോൾ വീണ്ടും വളരെ താഴെയാണ്. അപ്പോൾ വളരെ താഴെ എന്നൊക്കെ പറയുന്നതെങ്കിലും 9 കൊടുത്ത് നോക്കും. അപ്പോൾ അതാണ്. അപ്പം സംഖ്യകളുടെ വലിപ്പച്ചെറുപ്പം ഒക്കെ ഊഹിച്ച്, അല്ലെങ്കിൽ ഈ ഉത്തരം ചോർത്തൽ എന്ന് പറഞ്ഞൊരു കളി നമ്മൾ മുമ്പ് കളിക്കാറുണ്ട്. അതേപോലെയുള്ള ഒരു ഗെയിമാണ് ഇത്. ഇതൊരു 4 ഘട്ടം ലെവലാണ് ഉള്ളത്. ഇത് ഒളിച്ചിരിക്കുന്നത് ആദ്യം. ഇത് ക്ലിക്ക് ചെയ്യാനും ക്ലിക്കിങ് പഠിപ്പിക്കാനും ഈ ഗെയിം ഉപയോഗിക്കുന്നുണ്ട്. എണ്ണം അപ്പോൾ 1 ഉണ്ട്, 2, 3, 4, 5 ഇതൊക്കെ തിരിച്ചറിയാം. ഇത് പ്രത്യേകിച്ച് 1-ാം ക്ലാസ്സിലെ എണ്ണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 1-ൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ ക്ലിക്ക് ചെയ്യേണ്ടത് 2-ലാണ്. 2-ലേക്കൊരു വര വന്നു. പിന്നെ 3-ലേക്ക് ക്ലിക്ക് ചെയ്യുക. അടുത്തത് 4, 5, 6 ക്രമമായി എണ്ണാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു 3 ലെവലാണുള്ളത്. വളരെ എളുപ്പം കുട്ടികൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്.